ഓൺലൈൻ ട്യൂഷൻ സെന്റർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കണും. ഹായ് സ്റ്റുഡൻസ്, മാഗ്നസ് ഓൺലൈൻ ട്യൂഷനിലേക്ക് ഏവർക്കും സ്വാഗതം. സോളിഡ് സ്റ്റേറ്റ്, അതായത് കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ചാപ്റ്ററായ സോളിഡ് സ്റ്റേറ്റിലുള്ള നേരത്തെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും കാണുക. അതിൻ്റെ അടുത്ത പാർട്ടിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യം ഡെൻസിറ്റി, സോളിഡിൻ്റെ ഡെൻസിറ്റിയെക്കുറിച്ചാണ്. നമ്മൾ ക്ലോസ് പാക്കിങ്ങും അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി നമുക്ക് അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡെൻസിറ്റി ഡി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയമാണ്, അല്ലേ? അപ്പോൾ മാസ് ബൈ വോളിയത്തിലും നമ്മളിവിടെ ആരുടെ വോളിയമാണ് എടുക്കേണ്ടത്? ഒരു യൂണിറ്റ് സെല്ലിലെ നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാണ്? ക്യൂബിക് ഷേപ്പായിട്ടാണ് നമ്മൾ ബേസിക്കലി കണക്കാക്കുന്നത്. അപ്പോൾ ക്യൂബിക് ഷേപ്പായിട്ട് കണക്കാക്കുമ്പോൾ ആ ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത് എ ക്യൂബ്, ഒരു സൈഡ് എ ആണെങ്കിൽ അത് എ ക്യൂബ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മാസിലേക്ക് വരാം. എന്താണ് മാസ്? മാസ് എന്ന് പറയുമ്പോൾ അവിടെ അടങ്ങിയിട്ടുള്ള പാർട്ടിക്കിൾസിൻ്റെ മാസ് ആയിരിക്കുമല്ലോ അതിൻ്റെ ഇവിടുത്തെ മാസ്സായിട്ട് എടുക്കുക. എം ബൈ എൻ എ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പറാണ് അവിടുത്തെ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മാസിനെ നമ്മൾ ഇവിടോട്ട് കൊണ്ടുവരുന്നു, എം ബൈ എൻ എ. ഇനി നമുക്ക് വേണ്ടത്, ഇതുകൊണ്ട് തീർന്നില്ല കാര്യം, ഒരു യൂണിറ്റ് സെൽ എത്രത്തോളം, ഇപ്പോൾ യൂണിറ്റ് സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ അവിടെ എത്ര നമ്പർ പാർട്ടിക്കിൾ ഉണ്ട്, അല്ലെങ്കിൽ ഫേസ് സെൻറ്റേഡ് ക്യൂബിക്കിലാണെങ്കിൽ അവിടെ എത്ര നമ്പർ പാർട്ടിക്കിൾസ് ഉണ്ട്, അതുപോലെ തന്നെ ബോഡി സെൻറ്ററിലാണെങ്കിൽ എത്ര നമ്പർ പാർട്ടിക്കിൾസ് ഉണ്ടെന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി ചേർക്കുന്ന ഒരു ഫാക്ടറാണ് ഇസഡ്. അപ്പോൾ നമുക്ക് പറയാം എം ഇസഡ് ബൈ എ ക്യൂബ് എൻ എ എന്ന് പറയുന്നതാണ് ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡെൻസിറ്റി കണക്കാക്കുന്ന വിധം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയമാണ്. അപ്പോൾ ആ മാസ് ബൈ വോളിയത്തിൽ എന്തൊക്കെ കണക്കാക്കി? മാസിനെ നമ്മൾ ഏതിലോട്ട് കൊണ്ടുവന്നു? മാസിനെ നമ്മൾ എന്തിലോട്ട് കൊണ്ടുവന്നു? എം ബൈ എൻ എ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നു. കാരണം എന്താണ്? മാസ് അവിടെ തന്നിരുന്ന പാർട്ടിക്കിളിന്റെ മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ അതിന്റെ അവഗാഡ്രോ നമ്പർ. ഇനി എന്ത് ചെയ്തു? അതിനെ എന്ത് ചെയ്തു? വോളിയം കണക്കാക്കുന്നത് യൂണിറ്റ് സെല്ലിന്റെ ഒരു സൈഡ് എ ആയതുകൊണ്ട് എ ക്യൂബ് എന്നെടുത്തു. ഇനി എന്ത് ചെയ്തു? അവിടെ നമുക്ക് ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട് അതിൻ്റെ മാസല്ലേ എടുക്കേണ്ടത്. അപ്പോൾ ഒരു പാർട്ടിക്കിളിന് ഇത്ര മാസ് ആണെങ്കിൽ അവിടെ എത്ര എണ്ണം ഉണ്ടോ അതിൻ്റെ മാസം കൂടെ കണക്കാക്കാൻ വേണ്ടി ഇസഡ് കൊടുത്തു. ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഇതാണ് ഡെൻസിറ്റി കണക്കാക്കുന്ന വിധം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇംപെർഫെക്ഷൻ ഓഫ് സോളിഡിലുള്ള ഇംപെർഫെക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒരു സോളിഡ് എന്ന് പറയലെങ്കിൽ ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പക്കാ സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ മോളിക്യൂൾസുകളെല്ലാം തന്നെ ഒരേ അകലത്തിലായിരിക്കും. ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ മോളിക്യൂൾസ് എല്ലാം തന്നെ എങ്ങനെയായിരിക്കും? ഒരേ മോളിക്യൂൾസ് ആയിരുന്നാലും പാർട്ടിക്കിൾസ് ആയിരുന്നാലും ഒരേ അകലത്തിലും, അതുപോലെ തന്നെ അവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എല്ലാം ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന മോളിക്യൂൾസ് അല്ലെങ്കിൽ സോളിഡിനെ ഇപ്പോൾ എക്സ്റ്റേണൽ ഏജൻസീസ് ആയ ഹീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ ഈ അറേഞ്ച്മെൻറ്റ്സിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാവുകയാണ് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻ. അതായത് ഇപ്പോൾ രണ്ട് രീതിയിലാണ് നമ്മൾ അവിടെ ഇംപെർഫെക്ഷനുകൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് പറയുന്നത്. ഒന്ന് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റും അതുപോലെ തന്നെ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റും. അതായത് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, അതിൻ്റെ ഒരു സോളിഡിൻ്റെ സ്റ്റോഷിയോമെട്രിക് ഒരിക്കലും വേരിയേഷൻ വരാതെ നടക്കുന്ന ഇംപെർഫെക്ഷനുകളെയാണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്നും. പിന്നെ എന്താണ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോഷിയോമെട്രിക്കിനെ ഡിഫക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റോഷിയോമെട്രിക്കിന് തന്നെ വേരിയേഷൻ ഉണ്ടായിക്കൊണ്ട് നടക്കുന്ന ഡിഫക്റ്റുകളെയാണ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനെ രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇൻറ്റർസ്റ്റീഷ്യൽ ഡിഫക്ട്സും മറ്റൊന്ന് വേക്കൻസി ഡിഫക്ട്സും. അപ്പോൾ വേക്കൻസി ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു സോളിഡിൽ നിന്നും സംതിങ് അല്ലെങ്കിൽ ആനയോണോ ക്യാറ്റിയോണോ ആരെങ്കിലും മിസ്സായി പോകുന്നു. അങ്ങനെ മിസ്സായി പോകുന്ന ഡിഫക്റ്റിനെയാണ് വേക്കൻസി ഡിഫക്റ്റ് എന്ന് പറയുന്നത്.
അടുത്തതെന്ന് പറയുന്നത് ഇൻഡർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്, അതായത് എവിടെ ലാറ്റിസ് പോയിന്റുകളിൽ ഇരിക്കുന്ന പാർട്ടിക്കിൾസ് അതിൻ്റെ ഇൻഡർസ്റ്റീഷ്യൽ പൊസിഷനിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് മിസ്സായി ഇൻഡർസ്റ്റീഷ്യൽ പൊസിഷനിലേക്ക് വന്നിരിക്കുന്നതിനെയാണ് ഇൻഡർസ്റ്റീഷ്യൽ ഡിഫക്ട്സ്. അല്ലെങ്കിൽ അതിൻ്റെ ഇൻഡർസ്റ്റീഷ്യൽ പൊസിഷനിൽ ഉണ്ടാകുന്ന വേരിയേഷന് അല്ലെങ്കിൽ ഡിഫക്റ്റുകളെയാണ് നമുക്ക് എന്ത് പറയുന്നത്, ഇൻഡർസ്റ്റീഷ്യൽ ഡിഫക്ട്സ് എന്ന് പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനെ കുറിച്ചാണ്. അതായത് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് രണ്ട് രീതിയിലാണ്. മെറ്റൽ എക്സസ് ഡിഫക്റ്റുകളാണ്, അതുപോലെ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റും ഉണ്ട്. അപ്പം ഈ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് ആ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് നടക്കുന്നത് കൊണ്ടാണ് അവിടെ എന്തുണ്ടാകുന്നത്, ക്രിസ്റ്റലുകൾക്ക് കളർ ഫോർമേഷൻ നടക്കുന്നത്. അതായത് ഇപ്പോൾ സപ്പോസ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോൺ വേക്കൻസി, ആനയോൺ വേക്കൻസിക്കാർ അവിടെ എന്ത് ചെയ്യുന്നു, മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഉണ്ടാവുകയും അവിടെ ആനയോൺ വേക്കൻസി ഉണ്ടാകും. അതായത് ഒരു മെറ്റൽ ക്രിസ്റ്റലിൽ നിന്നും അവിടെയുള്ള എന്ത് നഷ്ടപ്പെടുന്നു, ഒരു ആനയോൺ നഷ്ടപ്പെടുകയും അവിടെ പകരം ഒരു ഇലക്ട്രോൺ വരികയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്, ആ ക്രിസ്റ്റലിന് കളർ ഫോർമേഷൻ ഉണ്ടാകും. ഇനി നമുക്കിനി പ്രധാനമായും പഠിക്കേണ്ടത് രണ്ട് ക്രിസ്റ്റൽ ഡിഫക്റ്റുകളാണ്. ഒന്ന് ഷോർട്ട് കീ ഡിഫക്റ്റ്, ഒന്ന് ഫ്രങ്കൽ ഡിഫക്റ്റ്. ഇത് രണ്ടും മാറിയും തിരിഞ്ഞ് എക്സാമുകൾക്ക് പലപ്പോഴായി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫിഗർ സഹിതം അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കതിനെ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, എക്സാമുകൾക്ക് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഷോർട്ട് കീ ഡിഫക്റ്റിൻ്റെ, അതുപോലെ തന്നെ അത് ഷോർട്ട് കീ ഡിഫക്റ്റ് സംഭവിക്കുന്ന ക്രിസ്റ്റലുകൾ ഏതെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനെ നമ്മൾ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു തെർമോഡൈനാമിക് ഡിഫക്റ്റ്. കാരണം ഒരു സോളിഡിന് ഹീറ്റ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഡിഫക്റ്റാണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് ഫ്രങ്കൽ ഡിഫക്റ്റിലേക്ക്, ഷോർട്ട് കീ ഡിഫക്റ്റിലേക്കും പോകാം. അടുത്ത ഒരു വേക്കൻസി ഡിഫക്റ്റായ ഷോർട്ട് കീ ഡിഫക്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താണ് ഷോർട്ട് കീ ഡിഫക്റ്റ്? ഷോർട്ട് കീ ഡിഫക്റ്റ് ഈസ് എ വേക്കൻസി ഡിഫക്റ്റ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഒരു ക്രിസ്റ്റലാണെന്ന് വിചാരിക്കുക. ആ ക്രിസ്റ്റലിൽ പോസിറ്റീവായുണ്ട് നെഗറ്റീവായുണ്ട്, അതായത് ആനയോണും ഉണ്ട് ക്യാറ്റയോണും ഉണ്ട്. അപ്പോൾ ഈ ആനയോണും ക്യാറ്റയോണും ഒരുപോലെ തന്നെയാണ് ഇതിൽ നിന്ന് മിസ്സാകുന്നത്. കാര്യം നമ്മൾ പറഞ്ഞു ഇതൊരു വേക്കൻസി ഡിഫക്റ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഒരു ആനയോണും ക്യാറ്റയോണും അതുപോലെ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് മിസ്സാവുകയാണ് എങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഡിഫക്റ്റാണ് ഷോർട്ട് കീ ഡിഫക്റ്റ്. അപ്പോൾ ഈക്വൽ നമ്പർ ഓഫ്, അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈക്വൽ നമ്പർ ഓഫ് ആനയോൺസ് ആൻഡ് ക്യാറ്റയോൺസ് ആർ മിസ്സിംഗ് ഫ്രം ദെയർ ലാറ്റിസ് സൈറ്റ്സ്. അതിൻ്റെ ലാറ്റിസ് സൈറ്റ്സിൽ നിന്നും ആനയോണും ക്യാറ്റയോണും ഒരുപോലെ തന്നെ നഷ്ടപ്പെടുകയാണെങ്കിൽ അതിനെ ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയാം. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇങ്ങനെ നഷ്ടപ്പെടുമ്പോൾ ഇതെന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയല്ലോ, അപ്പോൾ ഇവിടെ ഡെൻസിറ്റിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ ഡെൻസിറ്റിക്ക് വേരിയേഷൻ ഉണ്ട്. കാരണം എന്താണ്, ഇവിടെ നിന്ന് ഒരു ക്യാറ്റയോണും ആനയോണും പോവുകയാണെങ്കിൽ ഒരു മോളിക്യൂളാണ് നഷ്ടപ്പെടുന്നത്. പിന്നെയുള്ളത് ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഈ ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്ന മോളിക്യൂളുകളാണ് അല്ലെങ്കിൽ ക്രിസ്റ്റലുകളാണ് സോഡിയം ക്ലോറൈഡ്, AgBr, CaCl, പൊട്ടാസ്യം ക്ലോറൈഡ്, അങ്ങനെയുള്ള ആൾക്കാരാണ് ഇതിൻ്റെ എന്ത് ചെയ്യുന്ന ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്നത്. ഇനി എന്ന് പറയുന്നത് ഇതിൻ്റെ ഡെൻസിറ്റിക്ക്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ ഡെൻസിറ്റിക്ക് വേരിയേഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞു. അതായത് ഒരു ക്രിസ്റ്റലിൻ്റെ ഡെൻസിറ്റിയും അതിൻ്റെ ഡിഫക്റ്റ് അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻ സംഭവിച്ചതിന് ശേഷവും ഇവരും തമ്മിൽ എന്തുണ്ട്, വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അടുത്ത നമുക്ക് ഫ്രങ്കൽ ഡിഫക്റ്റ്. ഫ്രങ്കൽ ഡിഫക്റ്റ് ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾക്കൊരു ക്രിസ്റ്റൽ ഉണ്ട്. വേറൊരു കാര്യം പറഞ്ഞില്ല, ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആണ്. ആ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിൽ തന്നെ വരുന്ന ഇൻഡർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് ആണ് ആര്, ഫ്രങ്കൽ ഡിഫക്റ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഒരു അയോൺ മിസ്സാകുക എന്നല്ല പറയാനുള്ളത്, അതിൽ നിന്ന് ഡിസ്ലൊക്കേറ്റ് ചെയ്യും. അതായത് ഇവിടെ നിന്ന് മാറി അതെന്ത് ചെയ്യുന്നു, മറ്റൊരു ഇൻഡർസ്റ്റീഷ്യൽ പൊസിഷനിലോട്ട് മാറിപ്പോകുന്നു. അങ്ങനെ ഇൻഡർസ്റ്റീഷ്യൽ പൊസിഷനിലോട്ട് മാറിപ്പോകുന്ന ഈ ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഷോർട്ട് കീ ഡിഫക്റ്റിൽ ഡെൻസിറ്റിക്ക് വേരിയേഷൻ ഉണ്ടാകുന്നു. എന്നാൽ ഫ്രങ്കൽ ഡിഫക്റ്റിൽ എന്ത് സംഭവിക്കുന്നില്ല, ഡെൻസിറ്റിക്ക് വേരിയേഷൻ ഉണ്ടാകുന്നില്ല. കാരണം ഇത് ആ ക്രിസ്റ്റലിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുകയല്ല, അതിൻ്റെ
ലൊക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്ലേസ് എന്ത് ചെയ്യുന്നു, മാറ്റി കൊണ്ടുവരുന്നതേ ഉള്ളൂ. ഓക്കെ, അതിനെ ഡിസ്ലൊക്കേറ്റ് ചെയ്ത് വയ്ക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഡെൻസിറ്റിക്ക് വേരിയേഷൻ വരുന്നില്ല, അതിൻ്റെ ഡെൻസിറ്റിക്ക് വേരിയേഷൻ വരുന്നില്ല. അതെന്ന് പറയുന്നത് നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഒരു സോളിഡിൻ്റെ പ്രോപ്പർട്ടീസ് പറയേണ്ട അടുത്ത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ഫാക്ടറിനെ ബേസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ഹീറ്റ് കണ്ടക്ടിവിറ്റി. നമുക്ക് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയാണ് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അനുസരിച്ച് നമുക്ക് സോളിഡിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണിത് അതറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എനർജി ഡയഗ്രാം എന്ന് പറഞ്ഞൊരു സാധനം വരയ്ക്കും. അതിൽ 2 പാർട്ടുണ്ട്, വാലൻസ് ബാൻഡും ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡും ഉണ്ട്. ഈ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോണുകൾ ഈ കണ്ടക്ഷൻ ബാൻഡിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ കണ്ടക്ഷൻ നടന്നു എന്ന് പറയാം. അങ്ങനെയാണ് എങ്കിൽ കണ്ടക്ടേഴ്സിൻ്റെ കേസിലാണെങ്കിൽ ഈ ഗ്യാപ്പ്, അതായത് വാലൻസ് ബാൻഡും അതുപോലെ തന്നെ കണ്ടക്ഷൻ ബാൻഡും എങ്ങനെയായിരിക്കും? ഓവർലാപ്ഡ് ആയിരിക്കും. ഇത് പരസ്പരം എന്തായിരിക്കും? ഓവർലാപ്ഡ് ആയിരിക്കും. അങ്ങനെ ഓവർലാപ്പ് ആയി കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഇലക്ട്രോണുകൾക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ കണ്ടക്ഷൻ ബാൻഡിലെത്തും, അതുപോലെ കണ്ടക്ഷൻ നടക്കുകയും ചെയ്യും. എന്നാൽ അടുത്തത് സെമി കണ്ടക്ടേഴ്സ് ആകുമ്പം കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിനെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്നൊക്കെ വിളിക്കാം. അപ്പോൾ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പ്, അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ചില സമയങ്ങളിൽ എനർജിയുള്ള ഇലക്ട്രോണുകൾ ജമ്പ് ചെയ്യുമ്പം അത് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകും. ചില സമയങ്ങളിൽ വീക്ക് ആയിട്ടുള്ള ഇലക്ട്രോണുകളാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക? കണ്ടക്ഷൻ നടക്കത്തില്ല. അതാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ കണ്ടക്ഷൻ നടക്കും, ചില സമയങ്ങളിൽ കണ്ടക്ഷൻ നടക്കത്തില്ല. അടുത്തെന്ന് പറയുന്നത് ഇൻസുലേറ്റേഴ്സ് ആണ്. ഇൻസുലേറ്റേഴ്സ് ആകുമ്പോൾ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള അകലം അല്ലെങ്കിൽ ഈ ഗ്യാപ്പ്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. വളരെ കൂടുതലായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇലക്ട്രോണുകൾ ഇവിടെ എത്തിച്ചേരുക എന്ന് പറയുന്നത് ഒരിക്കലും ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഇവിടെ എന്ത് ചെയ്യത്തില്ല? കണ്ടക്ഷൻ നടക്കത്തേയില്ല. ഒരു സമയവും ഇലക്ട്രോൺ അങ്ങ് ജമ്പ് ചെയ്ത് അങ്ങ് എത്തത്തില്ല. അങ്ങനെയാണ് ഈ 3 ക്ലാസിഫിക്കേഷൻസ് നടക്കുന്നത്. ഇനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞ സംഗതി പറഞ്ഞു. സെമി കണ്ടക്ടേഴ്സ് ആയിരുന്നു സിലിക്കൺ, ജെർമേനിയം എന്ന് പറഞ്ഞ കുറേ മൂലകങ്ങളുണ്ട്. അവരാണ് സെമി കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ മെറ്റലോയിഡുകളായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ സെമി കണ്ടക്ടേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടീനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. നോർമലായിട്ടുള്ള സെമി കണ്ടക്ടേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം? ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി നമുക്കിത് ഞാൻ പറഞ്ഞായിരുന്നു, വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ചില സമയങ്ങളിൽ ഇലക്ട്രോൺ ജമ്പ് ചെയ്യാറുണ്ട്, ചില സമയങ്ങളിൽ ജമ്പ് ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടീസിനെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ജമ്പ് ചെയ്യുന്ന ഇലക്ട്രോണുകളെ കൺട്രോൾ ചെയ്യാൻ, അതായത് നമ്മളുടെ ഇഷ്ടാനുസരണം ഇലക്ട്രോണുകളെ കണ്ടക്ട് ചെയ്യുക, ഇലക്ട്രോണിനെ കണ്ടക്ട് ചെയ്യാതിരിക്കുക, അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഇവരുടെ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടീനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചേർക്കുന്നതാണ് ഇമ്പ്യൂരിറ്റീസ്. അങ്ങനെ ഇമ്പ്യൂരിറ്റീസ് ഏതിലോട്ട് ചേർക്കുന്നു? സെമി കണ്ടക്ടേഴ്സിൽ ചേർക്കുന്ന പ്രോപ്പർട്ടീനെ വിളിക്കുന്ന പേരാണ് ഏത്? ഡോപ്പിംഗ്. ഓക്കെ, ഇനി 2 രീതിയിലാണ് ഡോപ്പ് ചെയ്യുന്നത്, പി ടൈപ്പും എൻ ടൈപ്പും. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു സെമി കണ്ടക്ടറിലേക്ക് 13ാം ഗ്രൂപ്പ് മൂലകങ്ങളെയും ഡോപ്പ് ചെയ്യാം, 15ാം ഗ്രൂപ്പ് മൂലകങ്ങളെയും ഡോപ്പ് ചെയ്യാം. അപ്പോൾ ഒരു സമയം എന്ത് ചെയ്യാം? നമുക്ക് അതിനെക്കുറിച്ച്, അതായത് പി ടൈപ്പ്, എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച്, അതായത് പി ടൈപ്പ് ആകുമ്പോൾ അവിടെ മെജോറിറ്റി ക്യാരിയേഴ്സ് ഹോൾസും, അതുപോലെ തന്നെ എൻ ടൈപ്പ് ആകുമ്പോൾ മെജോറിറ്റി ക്യാരിയേഴ്സ് ഇലക്ട്രോണുകളുമായിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ടോപ്പിക്കിലേക്ക് അടുത്തെന്ന് പറഞ്ഞാൽ, നമുക്ക് സെമി കണ്ടക്ടേഴ്സിനെ 2 രീതി, അതായത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഉണ്ട്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഉണ്ട്. അതായത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് നമുക്ക് നോർമൽ ആയിട്ടുള്ള സെമി കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടീസ് എങ്ങനെയൊക്കെയാണോ അതൊക്കെയാണ് നടക്കുന്നത്. എന്നാൽ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ, അപ്പോൾ എക്സ്റ്റേണൽ ഏജൻസീസ്, അതായത് എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചില മെറ്റീരിയൽസിനെ അതിനകത്തോട്ട് കൊടുക്കുന്നു. ആ മെറ്റീരിയൽസിനെ കൊടുക്കുന്ന രീതി അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, പി ടൈപ്പ് എന്നും അതുപോലെ തന്നെ എൻ ടൈപ്പ് എന്നും. ഇനി പി ടൈപ്പ്, എൻ ടൈപ്പ് എങ്ങനെ ഇതിനെ ക്ലാസിഫൈ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം, സിലിക്കൺ
ഒരു സെമി കണ്ടക്ടറാണ്. 14ാം ഗ്രൂപ്പ് മൂലകമായ സിലിക്കൺ കൺസിഡർ ചെയ്യുന്നു. സിലിക്കൻ്റെ വാലൻസി നമുക്കറിയാം 4 ആയിരിക്കും. അപ്പോൾ ഈ സോളിഡ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ആണെങ്കിൽ അതിൻ്റെ എങ്ങനെ ഇരിക്കും? ഇതേപോലെ ക്രിസ്റ്റലൈനായിട്ട് നെറ്റ്വർക്കഡ് ആയിട്ട് ഇരിക്കുന്ന ആളായിരിക്കും ആര്? ഈ സിലിക്കണിൻ്റെ മോളിക്യൂൾ എന്ന് പറയുന്നത്. സിലിക്കൺ അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിലിക്കണിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? 13ാം ഗ്രൂപ്പ് മൂലകങ്ങളെ ഇതിനകത്തോട്ട് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ 13ാം ഗ്രൂപ്പിൻ്റെ വാലൻസി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ആയിരിക്കും. അപ്പം 3 ആകുമ്പോൾ ഇതിനകത്തോട്ട് കൊണ്ടുവരുമ്പോൾ എവിടെ എന്ത് ചെയ്യും? ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ വേക്കൻസി കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് പി ടൈപ്പ് ആണെന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ അത് എങ്ങനെ പി ടൈപ്പായി 13ാം ഗ്രൂപ്പ് ആകുമ്പോൾ അവിടെ ഒരു വേക്കൻസി ഉണ്ടാകുന്നു. ആ വേക്കൻസിയുടെ ഫലമായിട്ട് ആ വേക്കൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹോളിൻ്റെ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇലക്ട്രോണുകൾ ഇല്ലാത്ത അവസ്ഥ, അതാണ് ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എണ്ണം കൂടുതൽ, അപ്പോൾ ഇമ്പ്യൂരിറ്റീസിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ആ ഹോളുകളുടെ എണ്ണവും കൂടുന്നു. അതിനെയാണ് പി ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ ആരെയാ ഡോപ്പ് ചെയ്യുന്നത്? 13ാം ഗ്രൂപ്പ് മൂലകത്തിനെയാണ് ഡോപ്പ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് എൻ ടൈപ്പ് ആകുമ്പോൾ ഇവിടെ ചെയ്ത കണക്കിന് 15ാം ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്? ഡോപ്പ് ചെയ്യുന്നത്. അപ്പോൾ 15ാം ഗ്രൂപ്പ് മൂലകങ്ങളാകുമ്പോഴത്തേക്ക് അവിടുത്തെ വാലൻസി 5 വരും. 5 വന്നു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ ഇവർ റിയാക്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഒരു ഇലക്ട്രോൺ അധികം വരുന്നു. അപ്പോൾ അവിടെ ആരായിരിക്കും? ഈ ഇലക്ട്രോണുകളല്ലേ? ഇലക്ട്രോണുകളുടെ മൂവ്മെൻറ്റ് കൊണ്ടായിരിക്കുമല്ലോ കണ്ടക്ഷൻ നടക്കേണ്ടത്. അപ്പോൾ ഇലക്ട്രോണുകളുടെ പ്രസൻസ് കൂടുമ്പോൾ അതെന്താവും? എൻ ടൈപ്പ് അല്ലെങ്കിൽ മെജോറിറ്റി ക്യാരിയേഴ്സ് ആരായിരിക്കും? ഇലക്ട്രോണുകളായിരിക്കും. ഇതാണ് ഡോപ്പിംഗ്. 2 രീതിയിലുള്ള എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്, പി ടൈപ്പും എൻ ടൈപ്പും. അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയൊക്കെയാണ് ഡോപ്പ് ചെയ്യാനുള്ളത്? 14ാം ഗ്രൂപ്പിലേക്ക് എൻ ടൈപ്പ് ആണെങ്കിൽ 13ാം ഗ്രൂപ്പിനെ ഡോപ്പ് ചെയ്യണം. എൻ ടൈപ്പ് ആണെങ്കിൽ 15ാം ഗ്രൂപ്പിനെ ഡോപ്പ് ചെയ്യണം. പി ടൈപ്പ് ആണെങ്കിൽ 13ാം ഗ്രൂപ്പിനെ ഡോപ്പ് ചെയ്യണം. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഏതിൽ പറയാനുള്ളത്? പ്രോപ്പർട്ടീസ്, അതായത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിൽ പറയാനുള്ളത്. ഓക്കെ സ്റ്റുഡൻസ്, ഇനി അടുത്ത വീഡിയോ ഉടൻ തന്നെ ഉണ്ടാകും. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായി അല്ലെങ്കിൽ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമാർക്ക് എന്ത് ചെയ്യാം? സജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.